ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അപ്സൈക്കിൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു പഴയ ടോപ്പാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഇതുപോലെ റഫിൾ ടൈപ്പ് വരുന്ന എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പാറ്റേൺ, ഈ കാണിച്ച സെയിം പോലെ അല്ല, എന്നാലും ഏകദേശം എന്തെങ്കിലും ഒരു പാറ്റേൺ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നെക്ക് ഞാൻ നോക്കിയ സമയത്ത് ആ നെക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പോൾ നെക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ സ്ലീവ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ടൈറ്റർ പോലെ ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ മേലെ ഒരു ഓവർ കോട്ട് പോലെ വരുന്ന രീതിയിൽ ഒരു അറ്റാച്ച്ഡ് ആയിട്ടാണ്. അപ്പം ഞാൻ ആ ഉള്ളിലുള്ള ആ ടൈറ്റർ അതിൻ്റെ ലെങ്ത്താണ് നോക്കുന്നത്. നമുക്ക് എത്രത്തോളം ലെങ്ത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. എന്നിട്ട് ഞാനൊരു 30, എൻ്റെ ഒരു സൈസിനനുസരിച്ച് 30 എന്ന് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് അടിക്കാം എന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ബാക്കിലുള്ള ആ ഒരു ടെയിലില്ലേ, ആ ടെയിലും ഞാനൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കുറച്ചൊന്ന് നമ്മുടെ ആ ടൈറ്ററിൻ്റെ തൊട്ട് താഴെ വരുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്ത സൈഡിലൂടെ റഫിൾസ് വെക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റഫിൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റൗണ്ടിലാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ട് ഞാനിങ്ങനെ റൗണ്ടിലാക്കിയിട്ട് അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ പ്ലീറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിപ്പോൾ നിവർത്തിന് ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ, അല്ലാതെ തന്നെ ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു കട്ടിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു കാലിൻ്റെ അവിടെ മാത്രം കട്ടിങ് വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ആ ഒരു ടൈറ്ററിൻ്റെ എല്ലാ പണികളും ചെയ്ത് വെക്കാൻ കരുതി. അങ്ങനെ പിന്നെ രണ്ട് സൈഡും കൂടി ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള ലൈക്ര പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്താലും കറക്റ്റ് നമുക്ക് അത് ബോഡി ഹഗ്ഗിങ് ആയിട്ട് അവിടെ അങ്ങനെ കിടന്നോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയ്യുന്നത് റഫിൾസ് വെക്കലാണ്. ഇത് കണ്ടോ, ഫ്രണ്ടത്തെ പോർഷൻ ഞാനിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫുൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സൈഡും ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇങ്ങനെ കറക്റ്റ് ആ ഫ്രണ്ട് മുതലേ അറ്റാച്ച് ആവുന്ന രീതിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ താഴെ വരെ വരുന്ന രീതിയിൽ കൊടുത്ത് നമ്മളെല്ലാ പാറ്റേൺസും ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് 100% അറിയാമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് ഈ പാറ്റേൺ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ മനസ്സിലാവാം. അങ്ങനെ എൻ്റെ ഓരോ ട്രൈ ആണ് കേട്ടോ നിങ്ങൾ ഓരോ ദിവസം കാണുന്നത്. ഇതെല്ലാം എനിക്ക് മുന്നേ ഞാൻ ചെയ്ത് നോക്കിയതോ എനിക്ക് അറിയുന്ന പാറ്റേൺസോ അല്ല. നമ്മളങ്ങ് ചെയ്ത് നോക്കുക. നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമ്മളൊരു കോൺഫിഡൻസ് വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ചെയ്താലെന്താ, എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയല്ലേ, എന്നെക്കൊണ്ടും പറ്റും എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് ചെയ്യായതുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ റഫിൾസൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണേ. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ ഗൈസ്.